ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ എജ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് 10ാം തരം ഇംഗ്ലീഷിൽ ചാപ്റ്റർ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, സ്നേക്ക് ബൈറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ധാരണയാണ് ഇംഗ്ലീഷ് ആണല്ലോ കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണല്ലോ, എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ഫൈനൽ എക്സാമിന് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ. ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കും. നമ്മളെടുക്കുന്ന ഓരോ ക്ലാസ്സും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് പോയാലും മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. അതായത് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള തീം ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ താമസിക്കുന്ന ഒരു രാജ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ ആ ഒരു അവർ താമസിക്കുന്ന ഇടത്ത് സംഭവിക്കുന്ന ഒരു ചെറിയൊരു സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറിയാണിത് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. വൺ ഡേ ഐ സോ എ സ്മോൾ സ്നേക്ക് ഇൻ ദ കോമ്പൗണ്ട്. വൺ ഡേ ഐ സോ എ സ്മോൾ സ്നേക്ക് ഇൻ ദ കോമ്പൗണ്ട്. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വേർഡായിരിക്കും സ്നേക്ക് എന്ന് പറയുന്നത് അല്ലേ, അതായത് പാമ്പ് എന്നാണ് അത് അർത്ഥം വരുന്നത്. ഐ സോ ഞാൻ എന്താണ് കണ്ടു. സ്മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത് എന്നാണല്ലോ. അപ്പോൾ ഒരു ചെറിയ ഒരു പാമ്പിനെ ഞാൻ കണ്ടു. എവിടെയാണ് കണ്ടത്? ഇൻ ദി കോമ്പൗണ്ട്. കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് നിൽക്കുന്ന ആ ഒരു സറൗണ്ടിങ്സ് ഉണ്ടാവില്ലേ, ആ ഒരു ചുറ്റുപാട്, അവിടെയാണ് എന്താണ് ഒരു ചെറിയൊരു സ്നേക്കിനെ കണ്ടത്. ഇറ്റ് വാസ് ക്രൗളിങ് along slowly, but when it saw me, it moved away quickly and hid itself in a coconut shell. Okay, it was crawling. എന്താണ് അതെങ്ങനെയായിരുന്നു? ഇഴഞ്ഞ് നീങ്ങുകയായിരുന്നു. ക്രൗളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഴഞ്ഞ്, പാമ്പ് ഇഴയാണല്ലോ, നടക്കൊന്നും ചെയ്യൂലല്ലോ. അപ്പം അത് എങ്ങനെയാണ് ഇഴഞ്ഞത്? ലോങ് സ്ലോലി, പതുക്കെ ഇഴഞ്ഞു പോവുകയാണ്. പക്ഷേ when it saw me, പക്ഷെ അത് എന്നെ കണ്ടപ്പോൾ, when it saw me, ആ ഒരു ടൈമിൽ ആ ഒരു പാമ്പ് ഇവരെ കണ്ടു കഴിഞ്ഞപ്പം ഇറ്റ് മൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നീങ്ങുക അല്ലേ. ഇറ്റ് മൂവ്ഡ് എവേ ക്വിക്ക്ലി. എവേ ആ ഒരു എഴിഞ്ഞു പോകുന്ന സ്ഥലത്ത് നിന്ന് തന്നെ പെട്ടെന്ന് ഈ ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇവിടെ ഉള്ള ആ ഒരു കുട്ടിയാണ് കേട്ടോ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പം എങ്ങനെയാണ് പാമ്പ് പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക്ലി മൂവ് ചെയ്തു. ആൻഡ് ഇറ്റ് ഹിഡ് ഇറ്റ്സെൽഫ് ഇൻ എ കോക്കോനട്ട് ഷെല്ല്. എവിടെയാണ് ഒളിച്ചത്? ഹിഡ് ചെയ്യാം. അത് ഒളിച്ചത് എവിടെയാണ്? ഒരു കോക്കോനട്ട് ഷെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ചിരട്ട എന്ന് പറയും. അപ്പോൾ ആ ചിരട്ടയ്ക്കുള്ളിൽ വേഗം പെട്ടെന്ന് തന്നെ പോയിട്ട് അത് ഒളിച്ചു. ഐ quickly went near and closed the mouth of the coconut shell with a stone. Then next line എന്താണ് പറയുന്നത്? I quickly went. ഞാൻ പെട്ടെന്ന് തന്നെ went അങ്ങോട്ടേക്ക് കേട്ടോ, നിയർ അങ്ങോട്ടേക്ക്, ആ ഒരു എഴിഞ്ഞ് നീങ്ങിയ പാമ്പിൻ്റെ അടുത്തേക്ക് പോയാണ് went. ഓക്കെ, I quickly went near and ക്ലോസ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വേർഡാണ് ക്ലോസ് ചെയ്യുക അല്ലേ. ഡോറ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അതായത് അടയ്ക്കുക അല്ലേ. ആൻഡ് ക്ലോസ് ദി മൗത്ത് ഓഫ് ദി കോക്കോനട്ട് ഷെല്ല്. മൗത്ത്, ചിരട്ടയുടെ വായുഭാഗം എന്ന് പറയും മൗത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൗത്തല്ല, നമ്മുടെ ഫേസിലിരിക്കുന്ന മൗത്ത് എന്താണ്? നമ്മുടെ വായ. അതേപോലെ തന്നെ ആ ഒരു ചിരട്ട ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ആ ഒരു വായഭാഗം എന്ത് വെച്ചിട്ട് മൂടി? വിത്ത് എ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലെന്നാണ് അർത്ഥം വരുന്നത്. അപ്പം ആ ഒരു ചിരട്ടയുടെ അടുത്തേക്ക് ആര് പോയി? നമ്മുടെ ഈ ഒരു കുട്ടി പോയി. അതിൻ്റെ വായുഭാഗം, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്നേക്ക് ഇരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ വായുഭാഗം മൂടി. ദെൻ ഐ took the shell and ran to grandmother. അത് കഴിഞ്ഞിട്ട് എന്താണ്? ദെൻ ഐ took the shell, ആ ഒരു ചിരട്ട കയ്യിലെടുത്തുകൊണ്ട് റാൻ ടു ഗ്രാൻഡ് മദർ. എങ്ങോട്ടേക്കാണ്? ഓടാണ് ചെയ്തത്. റാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി. എങ്ങോട്ടേക്ക്? ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്കാണ് അവന് ഓടിപ്പോയത്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ആ ഒരു പാര വായിക്കാം.
വൺ ഡേ ഐ സോ എ സ്മോൾ സ്നേക്ക് ഇൻ ദ കോമ്പൗണ്ട്. ഒരു ദിവസം ഞാനൊരു പാമ്പിനെ, ചെറിയൊരു പാമ്പിനെ എൻ്റെ കോമ്പൗണ്ടിൽ കണ്ടു. ഇറ്റ് വാസ് ക്രോളിംഗ് അലോങ് സ്ലോലി, ബട്ട് വെൻ ഇറ്റ് സോ മീ ഇറ്റ് മൂവ്ഡ് അവേ ക്വിക്ക്ലി ആൻഡ് ഹിഡ് ഇറ്റ് സെൽഫ് ഇൻ എ കോക്കോനട്ട് ഷെൽ. എന്തായിരുന്നു അത്? പതിയെ എഴഞ്ഞു നീങ്ങുകയായിരുന്നു. പക്ഷേ അത് എന്നെ കണ്ടു കഴിഞ്ഞപ്പം അത് പെട്ടെന്ന് തന്നെ ഓടി ചിരട്ടയ്ക്കുള്ളിലേക്ക് ഒളിച്ചു. I quickly went near and closed the mouth of the coconut shell with a stone. എന്ത് പറ്റി? പിന്നീട് എന്താ ഉണ്ടായിരുന്നേ? അവന് അപ്പം തന്നെ അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെ വായ് ഭാഗം എന്ത് വെച്ച് മൂടി? സ്റ്റോൺ വെച്ചിട്ട് ആ ഒരു ചിരട്ടേൻ്റെ വായ് ഭാഗം മൂടി. Then I took the shell and ran to grandmother. ഞാനൊരു ഷെൽ എടുത്തുകൊണ്ട്, ചിരട്ട എടുത്തുകൊണ്ട് ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് പോയി. Look, grandma, I cried. I have caught a snake. Look, നോക്കൂ മുത്തശ്ശി, grandma, I cried. ഞാൻ എന്താ കരഞ്ഞു. I cried. I have caught a snake. അപ്പോൾ ഒരു കരയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവന് അതേസമയം ആൻഷ്യസും ആണല്ലേ. ഒരു പാമ്പിനെയാണ് അവനിപ്പോൾ കയ്യിലെടുത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിലവിളിച്ചതാണ് അവനങ്ങനെ. ലുക്ക് ഗ്രാൻഡ്മ, ഐ ഹാവ് കോട്ട് എ സ്നേക്ക്. എന്താണ്? ഞാനൊരു പാമ്പിനെ പിടിച്ചിരിക്കുന്നു. സ്നേക്ക് ആസ്ക്ഡ് ഗ്രാൻഡ് മദർ ഇൻ അലാം. സ്നേക്ക്, പാമ്പോ? അങ്ങനെ നമ്മൾ ചോദിക്കില്ല. ഒരു കുട്ടി പാമ്പിനെ കൈ പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പാമ്പോ, അങ്ങനെയാണ് ഗ്രാൻഡ് അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആസ്ക്ഡ് ഗ്രാൻഡ് മദർ ഇൻ അലാം. അല്ലറി വിളിച്ചിട്ട്, അലാം ചെയ്യുന്നല്ല, അല്ലറിയിട്ട് പാമ്പോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു ഇതിൽ റെസ്പോണ്ട് ചെയ്യാണ് ഗ്രാൻഡ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷീ വാസ് ഷോക്ക്ഡ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്? ഷീ വാസ് ഷോക്ക്ഡ്. അവരാകെ പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം, പാമ്പിനെ പിടിച്ചിട്ടാണ് കുട്ടി വരുന്നത്. അപ്പോൾ അവർ പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഷീ ക്രൈഡ് ഫോർ ഹെൽപ്പ്. ക്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, കരയുക. എന്തിനു വേണ്ടിയിട്ട്? ഹെൽപ്പ്. ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായത്തിന് വേണ്ടിയിട്ട് കരഞ്ഞു. ഗ്രാൻഡ് ഫാദർ കെയിം റണ്ണിങ്. അവിടേക്ക് ആരാണ് എത്തിയത്? ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശൻ അവിടെ വന്നു. എങ്ങനെ? കെയിം റണ്ണിങ്, ഓടി വന്നു. വന്നു എന്ന് വെച്ചാൽ കെയിം, റണ്ണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓടി വന്നു. വൻ ഹി ലേൺ ദാറ്റ് ഐ ഹാഡ് എ സ്നേക്ക് ഇൻ ദ ഷെൽ. വൻ ഹി ലേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷേ ഈ ഒരു സെൻറ്റൻസിൽ എന്താണ്? എൻ്റെ കയ്യിലൊരു പാമ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ, ലേൺ ദാറ്റ് ഐ ഹാഡ് എ സ്നേക്ക് ഇൻ ദ ഷെൽ. എന്താണ്? എൻ്റെ കയ്യിലെ ചിരട്ടയിൽ ഒരു പാമ്പുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞപ്പോൾ ഹി സ്നാച്ച്ഡ് ദ ഷെൽ ആൻഡ് ത്രോ ഇറ്റ് അവേ. അപ്പം ഹി സ്നാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, സ്നാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ? തട്ടിപ്പറിച്ചെടുക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ആ ഒരു ഷെല്ല് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് അത് ത്രൂ ഇറ്റ് അവേ. എന്താണ്? അത് പുറത്തേക്ക് കളഞ്ഞു. ത്രൂ ഇറ്റ് അവേ. നെക്സ്റ്റ് പേര് നോക്കാം. The snake crawled away and disappeared behind some bushes. Grandfather warned me never to go near a snake because snakes were very dangerous. ഒന്നുകൂടെ നോക്കാം. The snake crawled away and disappeared behind some bushes. Disappear എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്രത്യക്ഷമാവുക എന്നാണ് പറയുന്നത്. ഈ ഒരു സ്നേക്കിനെ എടുത്ത് മുത്തശ്ശൻ വലിച്ചെറിഞ്ഞല്ലോ. അത് കഴിഞ്ഞപ്പോൾ അതെന്താണ്? ക്രൗൾ ചെയ്ത് പോയി, അങ്ങോട്ടേക്ക് ദൂരേക്ക് പോയി. എഴഞ്ഞ് ദൂരേക്ക് പോയി. എവിടെയാണ്? പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമായി. എങ്ങോട്ടേക്കാണ് അപ്രത്യക്ഷമായെന്ന് പറയുന്നത്? ബിഹൈൻഡ് സം ബുഷസ്. ബിഹൈൻഡ് എന്താണ്? ചെറിയ കുറ്റിച്ചെടികൾ, കുറച്ചുള്ള കുറ്റിച്ചെടികളുടെ ബാക്കിലേക്ക്. ബിഹൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അത് എന്തായി? പെട്ടെന്ന് ഡിസപ്പിയർ ആയി, അല്ലെങ്കിൽ അപ്രത്യക്ഷമായി. ഗ്രാൻഡ് ഫാദർ വാണ്ട് മീ നെവർ ടു ഗോ നിയർ എ സ്നേക്ക്. ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശൻ അപ്പോൾ എന്താ പറഞ്ഞത് കുട്ടീനോട്? വാണ്ട് മീ നെവർ ടു ഗോ ടു നിയർ എ സ്നേക്ക്. എന്താണ്? എന്നോട് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സ്നേക്കിൻ്റെ അടുത്തേക്ക് പോകരുതെന്ന് എന്നെ പറഞ്ഞ് ഉപദേശിച്ചു. ഓക്കെ. ബിക്കോസ് സ്നേക്ക് വർ വെരി ഡേഞ്ചറസ്. അങ്ങനെ പറയാൻ കാരണം എന്തായിരുന്നു? ബിക്കോസ്, കാരണം സ്നേക്സ്, പാമ്പ് വർ വെരി ഡേഞ്ചറസ്. എന്താണ്? അവർ അത്രയ്ക്കും, വെരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും
ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടകാരികളാണ്. അപ്പം ഇനി പാമ്പിൻ്റെ മുന്നിലേക്ക് അങ്ങനെ പോകരുത്, കാരണം അത് അത്രയ്ക്ക് അപകടകാരികളാണെന്നാണ് മുത്തശ്ശൻ ഈ കുട്ടീനോട് പറയുന്നത്. Later in the evening, I tried to catch a bee and it stung me on my finger. Later in the evening. Later എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോറും ആഫ്റ്ററും പറയുന്ന പോലെ തന്നെ. ലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ടൈം കഴിഞ്ഞതിന് ശേഷം. ലേറ്റർ ഇൻ ദ ഈവനിങ്. എപ്പോഴാണ് നടക്കുന്നത്? ഈവനിങ്. ഈവനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം. ഐ ട്രൈ ടു ക്യാച്ച് എ ബീ ആൻഡ് ഇറ്റ് സ്റ്റങ് മീ ഓൺ മൈ ഫിംഗർ. ഐ ട്രൈ ടു ക്യാച്ച്. ട്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ശ്രമിക്കാം. ക്യാച്ച്. ക്യാച്ച് വിച്ച് മീൻസ് പിടിക്കാൻ ശ്രമിച്ചു. അ ബീ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ച എന്നാണ് അർത്ഥം വരുന്നത്. ഹണി ബീ എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് ഷോർട്ട് ചെയ്ത ബീ. ആൻഡ് ഇറ്റ് സ്റ്റങ് മീ ഓൺ മൈ ഫിംഗർ. അപ്പോൾ ആ ഒരു കുട്ടി എന്ത് ചെയ്തു? ആ ഒരു തേനീച്ചയെ പിടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ എന്താണ്? തേനീച്ച ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ എന്ന വണ്ണം എന്താണ് ആ ഒരു കുട്ടിയുടെ ഫിംഗറിൻ്റെ മുകളിൽ, സ്റ്റങ് എന്ന് വെച്ചാൽ കുത്തുക എന്നാണ്. അപ്പം ആ ഒരു ഫിംഗറിൻ്റെ മുകളിലായിട്ടത് കുത്തി. ഐ ഫെൽറ്റ് എ ഷാർപ്പ് പെയിൻ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പലപ്പോഴെങ്കിലായിട്ട് ചെറുപ്പത്തിലായാലോ അല്ലെങ്കിലോ നമ്മളൊരു ബീൻ്റെ ഒരു കുത്തൽ ഇട്ടിട്ടുണ്ടാകും. അപ്പം നമുക്കറിയാം എങ്ങനെയാണ്, അതൊരു തുളച്ച് കയറുന്ന ഒരു വേദനയായിരിക്കും. അതാണ് ഷാർപ്പ് എന്ന് പറയുന്നത്. ഷാർപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും തുളച്ച് കയറുന്ന എന്തോ ഒരു സാധനം ഇട്ട് നമ്മൾ തുളയ്ക്കുന്ന പോലെ തോന്നൂലേ, ആ ഒരു പെയിന് ആ ഒരു കുട്ടിക്ക് ആ ഒരു ടൈമിൽ ഫീൽ, അത് അനുഭവിക്കാൻ അവനത് അനുഭവിച്ചു. ഐ ഫെൽറ്റ് എ ഷാർപ്പ് പെയിൻ. I ran to grandmother and I told her that I had been bitten and wanted her to do something to stop the pain. ഇവൻ ചെറിയൊരു കുട്ടിയാണല്ലോ. അപ്പോൾ എന്താണ്? റാൻ ടു ഗ്രാൻഡ് മദർ. പെട്ടെന്ന് തന്നെ ഇത് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴെന്താണ് അവന് വേദന സഹിക്കാൻ കഴിയാതെ അവൻ പെട്ടെന്ന് തന്നെ റാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് അവൻ ഓടി. ആൻഡ് ടോൾഡ് ഹെർ ദാറ്റ് ഐ ഹാഡ് ബീൻ ബിറ്റൻ. അപ്പോൾ അവരോട് എന്താണ് പറഞ്ഞത്? ടോൾഡ്, അവരോട് പറഞ്ഞു ദാറ്റ് ഐ ഹാഡ് ബീൻ ബിറ്റൻ. ഞാൻ കുത്തേൽക്കപ്പെട്ടിരിക്കുന്നു എന്ന്, എനിക്ക് കുത്തേറ്റിരിക്കുന്നു എന്ന് പറയുന്നു. ബിറ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബൈറ്റ്, കടിച്ചു, എന്നെ എന്തോ സംഭവം കടിച്ചിട്ടുണ്ടെന്ന്. അപ്പം എന്താണ് കടിച്ചതെന്നൊന്നും പറഞ്ഞില്ല അവന്. എനിക്കിതാ ഇങ്ങനെ ഒരു കടി ഏറ്റിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് വാണ്ടഡ് ഹെർ ടു ഡു സംതിങ് ടു സ്റ്റോപ്പ് ദ പെയിൻ. അപ്പോൾ അവരോട് പറയണം വാണ്ടഡ്. അവനിപ്പോൾ എന്താവശ്യമാണ്? വാണ്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം. ഹെർ ടു ഡു, എന്തെങ്കിലും ചെയ്തിട്ട് ഈ ഒരു പെയിന്, അവനിപ്പോൾ ഉള്ള പെയിൻ ഒന്ന് മാറ്റിത്തരാൻ അവരോട് ആവശ്യപ്പെടുകയാണ് ആര് ചെയ്യുന്നത്? ഈ ഒരു കുട്ടി ചെയ്യുന്നത്. ടു ഡു സംതിങ് ടു സ്റ്റോപ്പ് ദി പെയിൻ, എന്തെങ്കിലും ചെയ്ത് ഈ ഒരു പെയിന്, ഈ ഒരു വേദന നിർത്താൻ വേണ്ടിയിട്ട് അവൻ ആവശ്യപ്പെടുകയാണ്. ഗ്രാൻഡ് മദർ തോട്ട് ദാറ്റ് ഐ ഹാഡ് ബീൻ ബിറ്റൻ ബൈ എ സ്നേക്ക്. അപ്പോൾ എന്താണ് ഗ്രാൻഡ് മദർ തോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചിന്തിച്ചു. ദാറ്റ് ഹാഡ് ബീൻ ബിറ്റൻ ബൈ എ സ്നേക്ക്. ഇതെന്തുകൊണ്ടാണ്? ഒരു സ്നേക്ക് കഴിച്ചതുകൊണ്ടുണ്ടായിരുന്നതാണെന്നാണ് ഗ്രാൻഡ് മദർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഷീ കോൾഡ് ഔട്ട് ടു ഗ്രാൻഡ് ഫാദർ. എന്താണ് അവർ പിന്നീട് ഗ്രാൻഡ് ഫാദറിനെ വിളിക്കുകയുണ്ടായി. കം ആൻഡ് സീ വാട്ട് ഹാസ് ഹാപ്പൻ ടു രാജ. ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചിട്ട് അവർ പറയും കം ആൻഡ് സീ, വരൂ, നോക്കൂ, നോക്കൂ, ഇവിടെ രാജയ്ക്ക് എന്താ പറ്റിയെന്ന് നിങ്ങളൊന്ന് വന്ന് നോക്കൂ എന്നാണ് ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചിട്ട് പറയുകയുണ്ടായിരുന്നത്. ഗ്രാൻഡ് ഫാദർ കെയിം അറ്റ് വൺസ്. അപ്പോൾ ഒരിക്കൽ കൂടി ഗ്രാൻഡ് ഫാദർ വന്നു. ഗ്രാൻഡ് ഫാദർ കെയിം അറ്റ് വൺസ്, ഒരിക്കൽ കൂടി. കാരണം മുൻപേ ഇതേ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അല്ലേ? നേരത്തെ അവന് പാമ്പിനെയായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ടൈമിൽ കടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഗ്രാൻഡ് ഫാദറിനെ അങ്ങോട്ടേക്ക് വീണ്ടും കൊണ്ടുവന്നത്. ഹി ലുക്ക്ഡ് അറ്റ് മൈ ഫിംഗർ ആൻഡ് ദർ വാസ് എ ബ്ലൂ മാർക്ക്. ഹി ലുക്ക്ഡ് എന്താണ്? അദ്ദേഹം നോക്കി. അറ്റ് മൈ ഫിംഗർ, എവിടെയാണ് നോക്കിയത്? എൻ്റെ ഫിംഗർ, അതായത് ഈ ഒരു രാജേൻ്റെ ഫിംഗറിലേക്ക് അദ്ദേഹം നോക്കി. ആൻഡ് ദർ വാസ് എ ബ്ലൂ മാർക്ക്. ഈ ഒരു ഫിംഗറിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ എന്തായിരുന്നു? ഈ ഒരു കടിയേറ്റ ഭാഗത്ത്, രാജയുടെ ആ ഒരു ഫിംഗറിൽ കടിയേറ്റ ഭാഗത്ത് ഒരു ബ്ലൂ മാർക്ക്, നീല നിറം ഉണ്ടായിരുന്നു. വിത്തൗട്ട് എ വേർഡ് ഹി ടുക്ക് മീ ഇൻ ഹിസ് ആംസ് ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ്. വിത്തൗട്ട് എ വേർഡ്,
ഒന്നും മിണ്ടാതെ, ഒരു വാക്ക് പോലും പറയാതെ എന്നാണ് വിത്തൗട്ട് എ വേർഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി ടുക്ക് മീ, അദ്ദേഹം എന്നെ എടുത്തു. ടുക്ക് മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ എടുത്തു. ഇൻ ഹിസ് ആംസ്, അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എന്നെ എടുത്തു. ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ്, പിന്നെന്താ റൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലേ എല്ലാവർക്കും, ഓടാൻ തുടങ്ങി. സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ തുടങ്ങി. അപ്പം വിത്തൗട്ട് എ വേർഡ് ഹി ടുക്ക് മീ ഇൻ ഹിസ് ആംസ് ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ്. He ran across the garden and through the paddy fields. അപ്പം പിന്നീട് എന്തുണ്ടായി അവിടെ? ഹി റാൻ അക്രോസ് ദി ഗാർഡൻ ആൻഡ് ത്രൂ ദി പാഡി ഫീൽഡ്. ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂന്തോട്ടങ്ങൾ, പിന്നെ പാഡി ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെൽപ്പാടം. അപ്പോൾ ഈ ഒരു പൂന്തോട്ടത്തിൻ്റെയും നെൽപ്പാടത്തിൻ്റെ ഇടയിലൂടെ, അക്രോസ് ദി ഇടയിലൂടെ അദ്ദേഹം എന്നെയും എടുത്ത് ഓടാൻ തുടങ്ങി. ഹി റാൻ ആൻഡ് റാൻ and did not stop until he reached a small house quite some distance away from our home. പിന്നെ എന്താണ് ഉണ്ടായിരുന്നത്? ഹി റാൻ ആൻഡ് റാൻ, അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഡിഡ് നോട്ട് സ്റ്റോപ്പ്, അപ്പോൾ എന്താണ്, നിർത്തുന്നേ ഇല്ല. അദ്ദേഹം എന്നെ എടുത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിർത്തുന്നേ ഇല്ല. പക്ഷേ അണ്ടിൽ ഹി റീച്ച്ഡ് എ സ്മോൾ ഹൗസ്, എവിടെയാണ് നിർത്തിയിരുന്നത്? അതുവരെ ഓടിയിരുന്ന ഒരാൾ ഒരു ചെറിയൊരു സ്മോൾ ഹൗസ് കണ്ടപ്പോൾ റീച്ച് ചെയ്തു, അവിടെ നിർത്തി. ആൻഡ് ക്യൂട്ട് സം ഡിസ്റ്റൻസ് അവേ ഫ്രം അവർ ഹോം. അപ്പോൾ ഈ ഒരു സ്മോൾ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന്, അതായത് ഈ ഒരു കുട്ടിയാണ് കേട്ടോ ഈ ഒരു കഥ പറയുന്ന, സ്റ്റോറി ടെൽ ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ ആ ഒരു വീട്ടിൽ നിന്ന്, ഫ്രം അവർ ഹോം, അവൻ്റെ ആ ഒരു വീട്ടിൽ നിന്ന് കുറച്ചധികം അകലെയാണ് ഈ ഒരു ചെറിയൊരു കുടിലെന്ന് പറയുന്നത്, സ്മോൾ ഹൗസ് വരുന്നത്. ദെൻ ഹീ ഷൗട്ടഡ് ഫോർ ദി മാൻ ഹൂ ലിവ് ദർ. അപ്പം ദെൻ ഹീ ഷൗട്ടഡ്, ഇവിടെ ഹീ ആരാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മുത്തശ്ശനെയാണ് ഉദ്ദേശിക്കുന്നത്. മുത്തശ്ശനാണല്ലോ രാജേനെ കൈകളിൽ ഒതുക്കിയിട്ട് അവിടെ ഓടിക്കൊണ്ട് ആ ഒരു വീട്ടിൻ്റെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പം ദെൻ ഹീ ഷൗട്ടഡ് ഫോർ ദി മാൻ ഹു ലിവ്ഡ് ദർ എന്ന്. അപ്പം ഷൗട്ട് ചെയ്യാന്ന്, അല്ലറി വിളിക്കുക. ആരെ വിളിച്ചു? ദ മാൻ, മനുഷ്യനെ. എവിടെയല്ല? ആ ഒരു വീട്ടിൽ ലിവ്ഡ് ആയിരുന്നു, ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ആ ഒരു മനുഷ്യനെ എൻ്റെ മുത്തശ്ശൻ എന്താക്കി? അലറി വിളിക്കുകയാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഓൾഡ് ഗ്രേ ഹെയർഡ് മാൻ കെയിം ഔട്ട് ഓഫ് ദ ഹൗസ്. ആൻഡ് ഓൾഡ് ഗ്രേ ഹെയർഡ്, ഓൾഡ് അതായത് ഒരു പഴയ, ഓൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ അത്ര വാർദ്ധക്യത്തോടെ എടുത്തിട്ടുള്ള അല്ലേ. ഗ്രേ ഹെയർഡ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നരച്ച മുടിയുള്ളത്, എന്നാലും വാർദ്ധക്യത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഒരു സാധാരണ നമുക്കിപ്പോൾ യുക്തനായിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ അല്ല അവിടെ ഉള്ളത്, കാരണമാണ് ഒരു വയസ്സായ ഒരു അദ്ദേഹമാണ് ഉണ്ടായിരുന്നത്. എ മാൻ കെയിം ഔട്ട് ഓഫ് ദ ഹൗസ്. അപ്പോൾ അദ്ദേഹം എന്തായിട്ട് കെയിം ഔട്ട് ഓഫ് ദ ഹൗസ്, വീടിന് പുറത്തേക്ക് വന്നു. ഹി ന്യൂ ദ ക്യൂർ ഫോർ സ്നേക്ക് ബൈറ്റ്. ഹി ന്യൂ, അയാൾക്ക് അറിയാമായിരുന്നു. ദി ക്യൂർ ഫോർ സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പരിഹരിക്കണം, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എങ്ങനെയുള്ളത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹം ആരായിരിക്കും? ഒരു വിഷവൈദ്യനായിരിക്കും അല്ലേ. ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ഹിം ടു ക്യൂർ മീ. ഗ്രാൻഡ് ഫാദർ, അപ്പം മുത്തശ്ശൻ ആസ്ക്ഡ് ഹിം, എന്താണ്, മുത്തശ്ശൻ അവരോടായിട്ട് പറഞ്ഞു, ടു ക്യൂർ മീ, രാജയെ ക്യൂർ ചെയ്യണം, പരിശോധിക്കണം, അവൻ്റെ വേദന പരിഹരിക്കണമെന്ന് പറഞ്ഞു. ദ ഓൾഡ് മാൻ ടുക്ക് മീ ഇൻസൈഡ്. അപ്പോൾ ഈ ഒരു വയസ്സായ മനുഷ്യൻ എന്താണ്, രാജയെ എടുത്തുകൊണ്ട് വീട്ടിൻ്റെ അകത്തേക്ക്, ഇൻസൈഡ് എന്ന് വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പോയി. ഹി ലുക്ക്ഡ് അറ്റ് മൈ ഫിംഗർ ആൻഡ് ദെൻ ആസ്ക്ഡ് മീ ടു സിറ്റ് ഡൗൺ ആൻഡ് നോട്ട് ടു മൂവ്. അപ്പോൾ എന്താണ്, അദ്ദേഹം എൻ്റെ കൈകളിലേക്ക് നോക്കി. ഹി ലുക്ക്ഡ് അറ്റ് മൈ ഫിംഗർ. ഇവിടെ ഹി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വൈദ്യനെ, ആ ഒരു ഓൾഡ് മാനെയാണ് കേട്ടോ. ഹി ലുക്ക്ഡ് അറ്റ് മൈ ഫിംഗർ, അദ്ദേഹം എൻ്റെ വിരലിൽ നോക്കി. ആൻഡ് ദെൻ ആസ്ക്ഡ് മീ ടു സിറ്റ് ഡൗൺ ആൻഡ് നോട്ട് ടു മൂവ്. പിന്നീട് എന്നോട് പറയേണ്ടത് എന്താണ്, ഇവിടെ തന്നെ ഇരിക്കണം, എങ്ങോട്ടേക്കും അനങ്ങരുതെന്ന്. I sat grandfather's lap.
ഐ സാറ്റ് ഓൺ ഗ്രാൻഡ് ഫാദേഴ്സ് ലാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ മുത്തശ്ശൻ്റെ മടിയിലാണ്, ലാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു മുത്തശ്ശൻ്റെ മടിയിൽ ആര് ഇരുന്നു, സാറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ ഇരുന്നു. ദ ഓൾഡ് മാൻ ദെൻ ടുക്ക് സം വാട്ടർ ഇൻ എ സ്മോൾ ബ്രാസ് വെസൽ. ദ ഓൾഡ് മാൻ, ആ ഒരു വയസ്സായ മനുഷ്യൻ, ദെൻ ടുക്ക് സം വാട്ടർ ഇൻ എ സ്മോൾ ബ്രാസ് വെസൽ. സം വാട്ടർ, കുറച്ച് വെള്ളം, ഇൻ എ സ്മോൾ ബ്രാസ്, എവിടെയാണ് കുറച്ച് വെള്ളം എവിടെയാണ് എടുത്തത്? സ്മോൾ ബ്രാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിച്ചള പാത്രമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പിച്ചള പാത്രത്തിൽ ഈ ഒരു വയസ്സായ മനുഷ്യൻ കുറച്ച് വെള്ളം എടുത്തു. സാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് ആൻഡ് സ്റ്റാർട്ടഡ് റീസൈറ്റിംഗ് സം മന്ത്രാസ്. സാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്, ഇൻ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപിലായിട്ട്. ആർക്കും മുൻപിലായിട്ട്? അസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുത്തശ്ശൻ്റെ മടിയിലാണുള്ളത്. അപ്പം ഈ ഒരു മുത്തശ്ശനും രാജയ്ക്കും അഭിമുഖമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു മുൻപിലായിട്ട് നമ്മുടെ ഈ ഒരു വയസ്സായ മനുഷ്യനിരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് റീസൈറ്റിംഗ് സം മന്ത്രാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിച്ചള പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് ഇവരുടെ മുൻപിലായിട്ട് ഇരുന്നിട്ട് അദ്ദേഹം എന്താണ് റീസൈറ്റ് ചെയ്യുക, കുറച്ച് മന്ത്രം. ഈ റീസൈറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഉരുവിടുക എന്നാണ് അർത്ഥം വരുന്നത്. കുറച്ച് മന്ത്രങ്ങൾ അങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു. I wanted to tell him that it was a bee and not a snake that had bitten me. I wanted to, എനിക്കപ്പോൾ എന്താ ആവശ്യമായിരുന്നു അയാളോട് പറയാൻ വേണ്ടിയിട്ട്. ടെൽ ഹിം, എനിക്ക് അദ്ദേഹത്തിനോട് പറയണമെന്നുണ്ടായിരുന്നു. ദാറ്റ് ഇറ്റ് വാസ് എ ബീ, എന്താണ് ഇവനെ കടിച്ചത്, അതായത് ദാറ്റ് ഹാഡ് ബിറ്റൻ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കടിച്ചതുണ്ടല്ലോ, ഇതൊരു ബീ ആണെന്ന്. ഇറ്റ് വാസ് എ ബീ ആൻഡ് നോട്ട് എ സ്നേക്ക്. ഇവനെ കടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബീ ആയിരുന്നു, അത് സ്നേക്ക് ആയിരുന്നില്ല എന്ന്. ബട്ട് ഗ്രാൻഡ് ഫാദർ ഹെൽഡ് മീ ടൈറ്റ് ആൻഡ് ഡിഡ് നോട്ട് അലോ മീ ടു ടോക്ക്. പക്ഷേ മുത്തശ്ശനുണ്ടല്ലോ നമ്മുടെ രാജനെ ഹെൽഡ് മീ ടൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും എന്താണ് ടൈറ്റായിട്ട് കുറുകെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു രാജേനെ. ആൻഡ് ഡിഡ് നോട്ട് അലോ മീ ടു ടോക്ക്. അപ്പോൾ അവനെ കൊണ്ട് ഒന്നും പറയിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്ന. ഡിഡ് നോട്ട് അലോ എന്ന് പറഞ്ഞാൽ പറയാൻ സമ്മതിക്കാതിരിക്കുക എന്നാണ് കേട്ടോ. ഡിഡ് നോട്ട് അലോ മീ ടു ടോക്ക്, പറയാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗ്രാൻഡ് മദർ ടു ഹാഡ് അറീവ്ഡ് ബൈ ദെൻ ആൻഡ് സം അതർ പീപ്പിൾ വിത്ത് ഹർ. അപ്പോൾ എന്താണ് ഗ്രാൻഡ് മദർ ടു ഹാഡ് അറീവ്ഡ്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ആരും എത്തിയിട്ടുണ്ടായിരുന്നു? ഗ്രാൻഡ് മദറും അറീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗ്രാൻഡ് മദറിൻ്റെ കൂടെ സം അതർ പീപ്പിൾ വിത്ത് ഹർ. സം അതർ പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം മനുഷ്യരും ആരുടെ കൂടെ ഉണ്ടായിരുന്നു? വിത്ത് ഹർ, ഗ്രാൻഡ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. ദേ ലുക്ക്ഡ് സാഡ് ആൻഡ് സൈലൻ്റ്ലി വാഷ്ഡ് മീ. ദേ ലുക്ക്ഡ് സാഡ്, അവരെ നോക്കുമ്പോൾ എങ്ങനെയാണ്? അവർ സാഡായിരുന്നു അല്ലേ, കുറച്ച് വെറി ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ സങ്കടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് സാഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സൈലൻ്റ്ലി വാഷ്ഡ് മീന്ന്. അപ്പോൾ നമ്മളിപ്പോൾ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നിശബ്ദരായിട്ട് അതിനെ തന്നെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഈ ഒരു കുട്ടി പറയുന്നത്. ബൈ ദിസ് ടൈം ദ പെയിൻ ഇൻ മൈ ഫിംഗർ ഹാഡ് സ്റ്റോപ്ഡ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ബൈ ദിസ് ടൈം ദ പെയിൻ ഇൻ മൈ ഫിംഗർ. ദ പെയിൻ ഇൻ മൈ ഫിംഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വിരലിലെ വേദന, പെയിൻ. ഹാഡ് സ്റ്റോപ്ഡ്, എന്തായിരിക്കുന്നു? അതിപ്പം സ്റ്റോപ്പായിട്ടുണ്ട്, എനിക്കിപ്പം വേദന അനുഭവപ്പെടുന്നിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ ഹാഡ് ടു സിറ്റ് ദർ ആൻഡ് ഗെറ്റ് ക്യൂർഡ് ഓഫ് സ്നേക്ക് ബൈറ്റ്. പക്ഷേ സ്റ്റിൽ ഐ ഹാഡ് ടു സിറ്റ് ദർ, അതായത് എന്താണ് പക്ഷേ എന്നിരുന്നാലും എനിക്ക് അവിടെ ഇരിക്കേണ്ടതായി വന്നു. ആൻഡ് ഗെറ്റ് ക്യൂർഡ് ഓഫ് സ്നേക്ക് ബൈറ്റ്, എന്താണ് പാമ്പ് കടിച്ചതാണല്ലോ, അതിനെ പരിഹരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവിടെ അവന് ഇരിക്കേണ്ടി വന്നു. After a few minutes, the old man got up, washed my finger and gave me some water to drink. After a few minutes, കുറച്ച് സമയം, few minutes, കുറച്ചധികം മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, ശേഷം എന്നാണ് ആഫ്റ്റർ എന്ന് പറയുന്നത്. The old man got up, ഈ ഒരു ഓൾഡ് മാൻ വയസ്സായ മനുഷ്യന് എഴുന്നേറ്റു. got up. washed my finger, എന്താണ് എൻ്റെ വിരൽ വാഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകുക. ആൻഡ് ഗേവ് മീ സം വാട്ടർ ടു ഡ്രിങ്ക്. ഗേവ് മീ, എനിക്ക് തന്നു. എന്താണ് കൊടുത്തത്?
ആ ഒരു കുട്ടിക്ക്? സം വാട്ടർ ടു ഡ്രിങ്ക്. അവന് കുടിക്കാനാണ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. അവന് കുടിക്കാൻ വേണ്ടി കുറച്ചു വെള്ളം കൊടുത്തു. ഹി ആസ്ക്ഡ് മീ ടു കീപ് ക്വയറ്റ് ഫോർ സം മോർ ടൈം. ഹി ആസ്ക്ഡ് മീ ടു, അദ്ദേഹം പറഞ്ഞു എന്താണ് ആ ഒരു രാജേനോടായിട്ട് പറഞ്ഞത്? കീപ് ക്വയറ്റ് ഫോർ സം മോർ ടൈം. കീപ് ക്വയറ്റ്, കുറച്ചധികം നേരത്തേക്ക് നിശബ്ദനായിരിക്കുക. കീപ് ക്വയറ്റ് എന്ന് വെച്ചാൽ നിശബ്ദനായിരിക്കുക. ഫോർ സം മോർ ടൈം, കുറച്ചധികം നേരത്തേക്ക് നിശബ്ദനായിട്ട് ഇരിക്കാൻ വേണ്ടി അദ്ദേഹം എന്നോട് പറഞ്ഞു. ദെൻ ഹി ടേൺ ടു ഗ്രാൻഡ് ഫാദർ ആൻഡ് സെഡ്. പിന്നെ അതിനുശേഷം അദ്ദേഹം ടേൺ ചെയ്യുന്ന വെച്ചാൽ തിരിഞ്ഞ് ഗ്രാൻഡ് ഫാദറിനോടായിട്ട് പറഞ്ഞു, താങ്ക് ഗോഡ് യു ബ്രോട്ട് രാജ ഇൻ ടൈം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ പലപ്പോഴായിട്ട് ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ആ ഒരു എമർജൻസി സിറ്റുവേഷനെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണിത്. കാരണം കറക്റ്റ് ടൈമിൽ എത്തിച്ചതിനെ കൊണ്ട് നിങ്ങൾക്ക് അവരെ രക്ഷിക്കാനായെന്ന്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താങ്ക് ഗോഡ് യു ബ്രോട്ട് രാജ ഇൻ ടൈം. ദൈവത്തിനോട് നന്ദി, നിങ്ങൾ ഇവിടെ രാജനെ എത്തിച്ചത് ഓൺ ടൈമിലാണെന്ന്. അതായത് കറക്റ്റായിട്ടുള്ള ടൈമിൽ എത്തിച്ചത് കൊണ്ട് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന്. ഹീ ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ നൗ എന്ന്. ഹീ ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ നൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവന് എന്താണ് ഈ ഒരു അപകട നില തരണം ചെയ്തു എന്നാണ് ഇത് പറയുന്നത്. ഇറ്റ് വാസ് ഇൻഡീഡ് എ പോയ്സണസ് സ്നേക്ക് ദാറ്റ് ബിറ്റ് ഹിം. അപ്പോൾ എന്താണ് ഇറ്റ് വാസ് ഇൻഡീഡ് എ പോയ്സണസ് സ്നേക്ക്? ഇവനെ കടിച്ചത് ആരാണ്? ഒരു പോയിസൺ ആയിട്ടുള്ള വിഷം കൂടുതലുള്ളൊരു പാമ്പാണ് ഇവനെ കുത്തിയിരിക്കുന്നത്. ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ ആൻഡ് ഓൾ അതേഴ്സ് താങ്ക്ഡ് ദ ഓൾഡ് മെൻ ഫോർ ദ മാജിക് ക്യൂർന്ന്. ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അടക്കം ബാക്കി അവരുടെ കൂടെ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു വയസ്സായ മനുഷ്യനോട് ഇവൻ്റെ ഈ ഒരു അസുഖം ഭേദമാക്കി കൊടുത്തതിന് വേണ്ടിയിട്ട് എല്ലാവരും നന്ദി പറയുകയുണ്ടായി, താങ്ക് ചെയ്തു. ഓൺ റിട്ടേണിങ് ഹോം ഗ്രാൻഡ് ഫാദർ സെൻഡ് ഹിം ഗിഫ്റ്റ്സ്. അപ്പോൾ എന്താണ് ഓൺ റിട്ടേണിങ് ഹോം? വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ റിട്ടേണിങ് ഹോം ഗ്രാൻഡ് ഫാദർ മുത്തശ്ശന് സെൻഡ് ഹിം ഗിഫ്റ്റ്സ്. എന്താണ് മുത്തശ്ശൻ ആ ഒരു വയസ്സായ മനുഷ്യന് കുറച്ച് ഗിഫ്റ്റ്സ് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു സ്റ്റോറി ആയിട്ട് വരുന്നത്, ശങ്കർ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ശങ്കറിൻ്റെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോറി കളക്ഷൻ എടുത്തിട്ടുള്ളൊരു ചെറിയൊരു പാർട്ടാണ് നമ്മളിവിടെ കണ്ടത്. അപ്പം ഇത്രയാണ് നമ്മുടെ സ്റ്റോറി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാനതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിൽ ചോദിക്കുന്നത്. എന്താണ് ഈ ഒരു പാസേജ് തന്നു കഴിഞ്ഞിട്ട് അതിന്ന് ആ ഒരു പാസേജിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് ആ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെസൺ നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാമെന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് ഈ ഒരു പാസേജിൽ തന്നെയുള്ള വേർഡ്സ് അതിൻ്റെ മീനിങ്സും കൊടുത്തിട്ടുണ്ട്. സ്നേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പാണ്. പിന്നെ ബൈറ്റ് ചെയ്യുക, കൊത്തുക, കടിക്കുക എന്നൊക്കെ പറയും. സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല്. സ്നേക്ക് ചെയ്യുക, പെട്ടെന്ന് തട്ടിപ്പറിക്കുക. കോക്കൻ ഷെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പുറന്തോട്, ലൈക്ക് നമ്മുടെ ചിരട്ടയാണ് ഉദ്ദേശിക്കുന്നത്. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ച. ക്രോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരങ്ങൽ, ലേൺഡ് മനസ്സിലാക്കി. അപ്പോൾ അതേപോലെ തന്നെ ക്യൂർ രോഗ ശുശ്രൂഷ എന്നാണ്. റീസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുവിടുക. വെസൽ പാത്രം. പാഡി ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെൽപ്പാടം. അപ്പോൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മീനിങ് ഒക്കെ ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വൈ ഡു യു തിങ്ക് ദ സ്നേക്ക് ഹിഡ് സെൽഫ്? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എങ്ങനെയാണ് ആ ഒരു സ്നേക്ക് എന്തുകൊണ്ടാണ് ആ ഒരു കോക്കനട്ട് ഷെല്ലിലേക്ക് ഹൈഡ് ചെയ്യാൻ കാരണമെന്ന്? എന്തുകൊണ്ടായിരിക്കും ആ ഒരു കോക്കനട്ട് ഷെല്ലിലേക്ക് ആ ഒരു സ്നേക്ക് ഹൈഡ് ചെയ്യാൻ കാരണം? ദാറ്റ് ഈസ് ബിക്കോസ് ഈ ഒരു സ്നേക്ക് ഹ്യൂമൻ ബീങ്സിനെ പേടിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മളെ പേടിച്ചതിനെ കൊണ്ടല്ല. ആ ഒരു ടൈമിൽ അത് ആരെ കണ്ടു? രാജേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് പെട്ടെന്ന് അവിടെ പോയിട്ട് ഒളിച്ചത്. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് എഴുതാം, ഇറ്റ് വാസ് സ്കെയർഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ്.
ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഡിഡ് രാജ ഡു വെൻ ഹി സോ ദ സ്നേക്ക് ഗോയിങ് ഇൻ ടു ദി കോക്കനട്ട് ഷെല്ല്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ് രാജ ചെയ്തത്. വാട്ട് ഡിഡ് രാജ ഡു വെൻ ഹി സോ ദ സ്നേക്ക്. അവൻ ആ ഒരു പാമ്പിനെ കണ്ടപ്പോൾ എന്താണ് ചെയ്തത്. ഗോയിങ് ഇൻ ടു ദ കോക്കനട്ട് ഷെല്ല്. ആ ഒരു കോക്കനട്ട് ഷെല്ലിലേക്ക് പാമ്പ് പോകുന്നത് കണ്ടപ്പോൾ രാജ എന്താണ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ടൈമിൽ രാജ ആ ഒരു ചിരട്ടയ്ക്കടുത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോൺ വെച്ചിട്ട് അതിൻ്റെ വായുഭാഗം മൂടിയില്ലേ, അതിൻ്റെ മൗത്ത് മൂടി സ്റ്റോൺ വെച്ചിട്ട്. അതാണ് അവിടെ രാജ ചെയ്തത്. ദാറ്റ് ഈസ് രാജ പുട്ട് എ സ്റ്റോൺ ഓൺ ദ മൗത്ത് ഓഫ് ദി കോക്കനട്ട് ഷെൽ ടു ക്ലോസ് ഇറ്റ്. ഓക്കെ. ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ വാസ് ഗ്രാൻഡ് മദർ ഷോക്ക്ഡ്, ഹൗ ഡിഡ് ഷീ റിയാക്ട്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദർ മുത്തശ്ശി ഷോക്ക് ആവാൻ കാരണം, അതിന് അവർ റിയാക്ട് ചെയ്തത് എങ്ങനെയായിരുന്നു എന്നാണ്. അതായത് റിയാക്ട് ചെയ്യാൻ കാരണം എന്താണ്, രാജ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അവനൊരു പാമ്പിനെ ഇങ്ങനെ പിടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം അവരെന്താണ് ഫസ്റ്റ് ഒന്ന് അലറി, അതിന് ശേഷം അവർ കരയാണ് ഉണ്ടായിരുന്നത്. ഷീ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഇംഗ്ലീഷിൽ പറയാം. ദാറ്റ് ഈസ് രാജാസ് ഗ്രാൻഡ് മദർ വാസ് ഷോക്ക്ഡ് ടു ഹിയർ ദാറ്റ് രാജ ഹാഡ് ബ്രോട്ട് ഹോം എ സ്നേക്ക് ആൻഡ് ഷീ ക്രൈഡ് ഫോർ ഹെൽപ്പ്. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, 5 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രൂ ഓർ ഫോൾസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ആൻസറായിട്ട് വരുന്നത്. പക്ഷെ അത് നോക്കരുത്, അതിന് മുൻപേ നമുക്കത് ട്രൈ ചെയ്യാം എങ്ങനെയാണ്. രാജാസ് ഗ്രാൻഡ് ഫാദർ ഗോട്ട് വെരി വറീഡ്, സീ ദ ബ്ലൂ മാർക്ക് ഓൺ രാജാസ് ഫിംഗർ. അത് ശരിയാണോ? രാജാസ് ഗ്രാൻഡ് ഫാദർ ഗോട്ട് വെരി വറീഡ്. എന്താണ്, മുത്തശ്ശന് പെട്ടെന്ന് വളരെ സങ്കടമായി. സീ ദ ബ്ലൂ മാർക്ക് ഓൺ ദ രാജാസ് ഫിംഗർ. രാജാൻ്റെ വിരലിലെ ആ ഒരു ബ്ലൂ മാർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശന് വളരെ സങ്കടമായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നോ, സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ കഥയിൽ? ഉണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് അവനെ എടുത്ത് ഓടിയത് ആ ഒരു ഓൾഡ് മാൻ്റെ അടുത്തേക്ക്. അപ്പോൾ അതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ ഹാഡ് ടു റൺ ത്രൂ ദ പാഡി ഫീൽഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദർ. രാജ ഹാഡ് ടു റൺ ത്രൂ ദ പാഡി ഫീൽഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദർ. രാജ്യം കൂടെ ഓടിയിട്ടുണ്ടായിരുന്നു നെൽപ്പാടങ്ങൾക്കിടയിലൂടെ അവൻ്റെ ഗ്രാൻഡ് ഫാദറിനോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ആ ഒരു കഥയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗ്രാൻഡ് ഫാദർ ആയിരുന്നു അവനെ എടുത്ത് ഓടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രാജ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ റാൻ ടു ക്യാച്ച് ദ ബീ. രാജയും ഗ്രാൻഡ് ഫാദറും കൂടെ ആയിരുന്നു ബീനെ കേച്ച് ചെയ്യാൻ ആയിരുന്നോ? അല്ല അല്ലേ, അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. രാജ മാത്രമേ ആയിരുന്നു ബീനെ ക്യാച്ച് ചെയ്യാൻ നോക്കിയത്. അപ്പോഴായിരുന്നു അവൻ്റെ ഫിംഗറിൽ അത് കടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു തെറ്റായിട്ടുള്ള ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാസ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ടു റൺ എ ലോങ് ഡിസ്റ്റൻസ് ക്യാരിങ് രാജ ഇൻ ഹിസ് ആംസ്. അപ്പോൾ ഈ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് രാജനെ ഈ ഒരു ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒതുക്കിക്കൊണ്ട് ഓടിയിട്ടുണ്ടായിരുന്നു. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അല്ലേ. അവൻ്റെ കയ്യിൽ കുത്തിയിരിക്കുന്ന ആ ഒരു പെയിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. രാജാസ് ഗ്രാൻഡ് ഫാദർ ഷൗട്ടഡ് ബിക്കോസ് ഹി വാസ് ആംഗ്രി. നമ്മൾ ഈ ഒരു കഥ ഇതുവരെ പറഞ്ഞതിൽ ഇങ്ങനൊരു ഷൗട്ട് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചിട്ടുള്ളത് അല്ലേ. അല്ലാതെ അദ്ദേഹം ഷൗട്ട് ചെയ്തൊരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓൾഡ് മാനെ വിളിക്കാൻ വേണ്ടിയിട്ട് അലറിയിട്ടുണ്ടായിരുന്നു. മകന് ഇങ്ങനെ പേരക്കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം പറ്റിയപ്പം അപ്പോൾ അവരെ പുറത്ത് കാണാതായപ്പം അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ദേഷ്യം വന്നതിന് ശേഷം ഷൗട്ട് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷന് കഥയിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾസ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഡിഡ് ഗ്രാൻഡ് ഫാദർ ടെൽ ദ ഓൾഡ് മാൻ ടു ഡു. അപ്പോൾ എന്താണ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓൾഡ് മാനിനോട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നതെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓൾഡ് മാനോട്? അതായത്
ഗ്രാൻഡ് ഫാദർ ടോൾഡ് ദ ഓൾഡ് മാൻ ടു ക്യൂർ രാജ ഫ്രം സ്നേക്ക് ബൈറ്റ് അല്ലേ. ആ ഒരു സ്നേക്ക് ബൈറ്റിൽ നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഗ്രാൻഡ് ഫാദർ ആ ഒരു വയസ്സായ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് 2 things ഡിഡ് ദ ഓൾഡ് മാൻ ഡൂന്ന്. എന്തൊക്കെ 2 കാര്യങ്ങളാണ് ആ ഒരു ഓൾഡ് മാന് രാജാനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ചെയ്തത് അയാൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ഒരു ബ്രാസ് വെസലിൽ വെള്ളം എടുത്തിട്ട് പിന്നെ അവിടെ അവരുടെ മുൻപേ ഇരുന്നിട്ട് കുറച്ച് മന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു അല്ലേ ചെയ്തത്. അപ്പോൾ ഹീ ടൂക്ക് സം വാട്ടർ ഇൻ എ വെസൽ, അതാണ് ഫസ്റ്റ് തിങ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് മന്ത്രാസ് റീസൈറ്റ് ചെയ്തു. ഇതാണ് രണ്ടാമത്തെ തിങ് എന്ന് പറയുന്നത്. എൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ വാസ് എവരി വൺ സാഡ് ആൻഡ് സൈലൻറ്റ്. എന്തുകൊണ്ടാണ് എല്ലാവരും സങ്കടപ്പെട്ടും നിശബ്ദമായിട്ടും ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? രാജക്ക് ഇപ്പം സ്നേക്കിൻ്റെ കടിയേറ്റെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ക്യൂറായി കിട്ടണേ എന്ന് വിചാരിച്ചിട്ടാണ് അവർ സങ്കടപ്പെട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ തോട്ട് രാജ ഹാഡ് ബീൻ ബിറ്റൻ ബൈ എ സ്നേക്ക് ആൻഡ് ഹിസ് ലൈഫ് വാസ് ഇൻ ഡേഞ്ചറസ്. ഓക്കെ, അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് ഫോർത്ത് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഡിഡ് രാജാസ് ഗ്രാൻഡ് ഫാദർ സെൻഡ് ഗിഫ്റ്റ്സ് ടു ദ ഓൾഡ് മാൻ. എന്തുകൊണ്ടാണ് ഈ ഒരു രാജൻ്റെ മുത്തശ്ശന് ആ ഒരു വയസ്സായ മനുഷ്യന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ബിക്കോസ് അദ്ദേഹമാണ് ഇവരുടെ കണ്ണിലൊക്കെ രാജൻ്റെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കൊടുത്തത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു പെയിന് ക്യൂർ ചെയ്തത് ഈ ഒരു ഓൾഡ് ആയിട്ടുള്ള മാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു പൈസയ്ക്ക് പകരം ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തത്. നമ്മളിപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് കുറച്ച് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുമല്ലേ, അതിന് പകരമായിട്ട് അവർ ഫീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം ഇവിടെ അവർ നാട്ടിൻപുറത്തുള്ള ആൾക്കാരാണല്ലോ, ഇവൻ്റെ പെയിന്, രാജൻ്റെ പെയിന് ക്യൂർ ചെയ്ത് കൊടുത്തതിനെ കൊണ്ടാണ് ഈ ഒരു ഗിഫ്റ്റായിട്ട് അതിന് പ്രത്യുപകാരം എന്ന നിലയിൽ അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പറയാം? ഗ്രാൻഡ് ഫാദർ സെൻഡ് ഗിഫ്റ്റ് ടു ദ ഓൾഡ് മാൻ ആസ് എ റിവാർഡഡ് ഫോർ ക്യൂറിങ് രാജ. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ച് വായിക്കാം. ഒന്നും കൂടെ ഈ ഒരു ലെസൺ ഒന്നും കൂടെ വായിച്ച് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാഠം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു.